അൽഹംദുലില്ലാ, ഞാനിപ്പോൾ ഫലസ്തീനിൽ അൽ ഖലീൽ സിറ്റിയിലുള്ള ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ഭാര്യ സാറാ ബീവിയും, അതേപോലെ ഇസാഖ് നബി അലൈഹി ഇസ്ലാമും ഭാര്യ റിഫ്ക ബീവിയും, യാക്കൂബ് നബി അലൈഹി ഇസ്ലാമും യൂസുഫ് നബി അലൈഹി ഇസ്ലാമും ഒക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്താണുള്ളത്. ഞാനും സംഘവും ഞങ്ങളിന്ന് ബൈത്തുൽ മുഖദ്ദസിൽ മസ്ജിദുൽ അക്സയിൽ വെള്ളിയാഴ്ച ജുമുഅ നമസ്കാരം കഴിഞ്ഞാണ് ഇങ്ങോട്ട് വന്നത്. ഫലസ്തീനിലെ ഏറ്റവും പുരാതനമായ മസ്ജിദുകളിൽ ഒന്നാണിത്. 1995 വരെയും പരിപൂർണമായിട്ടും ഈ പള്ളി മുസ്ലിമീങ്ങളുടെ കൈവശമായിരുന്നു. 1995 ഫെബ്രുവരി 25 റമദാൻ മാസത്തിൽ സുബഹി നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ജൂതൻ വെടിവെക്കുകയും 25ഓളം ആളുകൾ സ്പോട്ടിൽ മരണപ്പെടുകയും 125ഓളം ആളുകൾക്ക് ഗുരുതരമായ പരിക്കേൽക്കുകയും ചെയ്തു. ഈ പ്രദേശം മുഴുവൻ മുസ്ലിമീങ്ങളുടേതായിരുന്നു. അപ്പോൾ അതിന് വിത്തുവാകിയത് മഹാനായ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. മഹാനവറുടെ ഖബർ നേരെ താഴെയാണ്. ഇപ്പോൾ നമ്മൾ കുറേ സ്റ്റെപ്പ് കയറിയല്ലേ മുകളിലേക്ക് വന്നത്, ഏറ്റവും താഴെയാണ്. അവിടെ നമ്മളൊരു ചെറിയൊരു താക്കോല് പൂട്ടില്ല, അത് തുറക്കുന്ന സാഹചര്യം താഴോട്ട് നോക്കിയാൽ താഴെ നമുക്ക് ആ നിലം കാണാൻ സാധിക്കും. അപ്പോൾ ഇബ്രാഹിം നബിയുടെ അടുക്കലാണ് നാം വന്ന് നിൽക്കുന്നത്. നമ്മുടെ ആദർശത്തിൻ്റെ പിതാവാണ്. അള്ളാഹു ഈ ഭൂമുഖത്ത് ഖലീലായി തിരഞ്ഞെടുത്ത മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇത് ഇസാഖ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മക്ബറയാണ്. ഇസാഖ് നബി അലൈഹി ഇസ്ലാം അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇവിടെയാണ്. ഇത് ഇസാഖ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഭാര്യ റിഫ്ക ബീവി റളിയല്ലാഹു അൻഹ. റിഫ്ക ബീവിയുടെ മക്ബറയാണ് ഈ കാണുന്നത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഭാര്യ സാറാ ബീബി റളിയല്ലാഹു അൻഹയുടെ മക്ബറയാണ് ഈ കെട്ടിൻ്റെ ഉള്ളിൽ. സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി നിർമ്മിച്ച മിമ്പറാണ് ഈ കാണുന്നത്. كل من عليها فان ويبقى وجه ربك ذو الجلال والإكرام فبأي آلاء ربكما تكذبان